എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂലോട്ട് സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ശ്രുതിയാണെങ്കിൽ അച്ഛൻ്റെ ബലിയിടാനായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ പൂജാരിയാണെങ്കിൽ ശ്രുതിയോട് ചോദിക്കുകയാണ്, മോളെ അച്ഛൻ്റെ പേരും നാളും പറയൂ കൂട്ടി എന്ന് പറയുകയാണ്. അപ്പോഴാണെങ്കിൽ ശ്രുതി വായിക്ക് തോന്നിയൊരു പേര് പറയുകയാണ്, പീതാംബരൻ മൂലം നക്ഷത്രം എന്ന് പറയുകയാണ്. അത് കേട്ട വശത്തിനാണെങ്കിൽ രവിയേട്ടൻ ചോദിക്കണം, അല്ല മോളെ അന്ന് മോള് വേറൊരു പേരാണല്ലോ പറഞ്ഞതെന്ന് പറയുമ്പോൾ ശ്രുതി കിടന്ന് പപ്പ അടിച്ചിട്ട് പറയുന്നത്, അയ്യോ ക്ഷമിക്കണം, ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെ പേര് അറിയാതെ പറഞ്ഞു പോയതാന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ പേരും നാളും തന്നെ പറഞ്ഞിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാക്കേനെ ഇങ്ങനെ തട്ടി വിളിക്കുകയാണ് കേട്ടോ. പക്ഷേ കാക്കയൊന്നും വരുന്നില്ല. ആ സമയത്താണെങ്കിൽ രേവതി ആണെങ്കിൽ സച്ചിയോട് ചോദിക്കുകയാണ്, അല്ല സച്ചിയേട്ടാ ഇതുവരെ എന്താ കാക്കയൊന്നും വരാത്തതെന്ന് ചോദിക്കുമ്പോൾ സച്ചിയാണെങ്കിൽ പറയുകയാണ്, മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചിട്ട് കാക്ക വരണ്ടേ, കുറച്ച് ടൈം എടുക്കും, പതുക്കെ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ നൈസായിട്ട് ശ്രുതിനെ ആണെങ്കിൽ കളിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ ബലിയിടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂജാരി പോയിട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ശ്രുതിയോട് പറയുകയാണ്, അതെ 41 ദിവസം കൂടി നോയമ്പെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെതായ പുണ്യം കിട്ടും ശ്രുതിക്ക് എന്ന് പറയുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ പറയുകയാണ്, ശ്രുതി നീ വേഗം ഏളയച്ചനെ വിളിക്കാൻ നോക്കിയെന്ന് പറയണം. അങ്ങനെ ഏളയച്ചനെ വീഡിയോ കോൾ ചെയ്യാണ്. ഈ സമയം നമ്മുടെ ആടുബിലാലാണെങ്കിൽ നൈസായിട്ട് ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ സച്ചി ചോദിക്കുന്നത്, അല്ല നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഇറച്ചിക്കട അവിടെയാണല്ലോ, അവിടെ എന്താണെന്നൊക്കെ ചോദിക്കണം. അപ്പോഴാണെങ്കിൽ ബിലാൽ പറഞ്ഞു, ഞാനേ കുറച്ച് മട്ടനും ചിക്കനും മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി ആ ഒരു സ്ഥലം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് രേവതിയാണെങ്കിൽ പറയാണ്, സച്ചേട്ടാ ഇത് മേലത്തൂർ ജംഗ്ഷൻ്റെ അടുത്തുള്ള ഇറച്ചിക്കട എന്ന് പറയുന്നത്. അത് കേട്ട പക്ഷേനാണെങ്കിൽ ശ്രുതി ആകെ മൊത്തം ഒന്ന് പേടിച്ച് വരയ്ക്കാനാട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ട് ലൈക്ക് അടിച്ചും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് പോണേ.